വലുത് പണിയുന്നവർ പടച്ചവനെ തന്നിക്കും തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും തന്റെ വീട്ടിൽ വരുന്നവർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. അതിനേക്കാളും അനാമത്തായി ഇസ്റാഫായി പടച്ചവനെ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ടല്ലോ. അവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ വീടും ചുമന്നുകൊണ്ട് നാളെ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, മനോഹരമായ വലിയ വീട് വെക്കുന്നു. വെക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വീട് വെക്കുന്നു പടച്ചവനെയെങ്കിൽ അടുത്ത ഉള്ള അയൽവാസിയായ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാറുള്ള പൈസയാണ് നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള മതിലിനും ഗേറ്റിനും വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ആ പൈസ മതി നിന്റെ കുടുംബത്തിലെ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ. ചിലരുടെയൊക്കെ വീടിന്റെ മതില് കണ്ടാൽ തന്നെ നമ്മൾ കണ്ണു തള്ളിപ്പോകും. ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. തനിക്ക് ആവശ്യമുള്ളതിൽ ഉപരിയായി ആവശ്യമില്ലാത്ത രീതിയിൽ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവർ നാളെ പരലോകത്ത് അത് ചുമന്നുകൊണ്ടുവരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരോട്, വീട് വെക്കാൻ മോഹത്തോട് പൈസ ഉണ്ടാക്കി നടക്കുന്നവരോട്, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദല്ലാഹു ബി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ അറാദല്ലാഹു അള്ളാന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു ശർറ് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാ അവൻ അള്ളാഹു കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ വല്ലാത്ത ആഗ്രഹം കൊടുക്കുകയാ. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് കള്ളു കുടിച്ച് നശിച്ചവരെ അറിയാ, പെണ്ണ് പിടിച്ച് അറിയാ, വ്യഭിചരിച്ച് നശിച്ചവരെ അറിയാ, പലിശ കച്ചവടം നടത്തിയിട്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോയവനറിയാ, പെട്ടെന്ന് ജോലി ചെയ്യാതെ കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയിലൂടെ നടന്നിട്ട് സർവ്വതും നഷ്ടപ്പെട്ടവരെ അറിയാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മണ്ണിലും കല്ലിലും അല്ലാഹു അവന് മോഹം കൊടുക്കുകയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും. അങ്ങനെ അവസാനം അവൻ നശിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ